മുണ്ടക്കൈ പുനരധിവാസത്തിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ്. സ്വന്തമായി സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിക്കാൻ ആലോചന. സ്വന്തം പദ്ധതി നടപ്പാക്കുന്നതാണ് ഫലപ്രദമെന്നാണ് വിലയിരുത്തൽ. മുഹമ്മദ് അസ്ലമുണ്ട് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. അസ്ലം, എന്തുകൊണ്ടാണ് ലീഗ് ഇത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്? മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഇതിന്റെ പുനരധിവാസ പരിപാടികളെക്കുറിച്ച് ആലോചിക്കാൻ വിശദമായി ചർച്ചകൾ നടത്തിയിരുന്നു. നേതാക്കളെല്ലാം യോഗം ചേർന്നു. ഇതിലാണ് പിന്നെ വിശദമായൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി മുന്നോട്ട് പോകുന്നതിൽ ചില തടസ്സങ്ങൾ അവർ കാണുന്നു. ഒന്ന്, നടപടികൾ ഭൂമി ഏറ്റെടുക്കുക, അതോടൊപ്പം തന്നെ മറ്റ് നടപടികളിലെ വൈകുന്നത്. രണ്ട്, 25 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ ഒരു വീടിനെ ഈടാക്കുമെന്നുള്ളതാണ് സർക്കാർ, മുഖ്യമന്ത്രി തന്നെ അന്നത്തെ അറിയിച്ചിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നടത്തുന്നത്. ഇത് വലിയൊരു തുകയാണ്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ്. ഇതിനേക്കാൾ കുറഞ്ഞ തുകയിൽ തന്നെ വീട് നിർമ്മിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അതിനൊക്കെ അപ്പുറം എന്ന് പറയുന്നത് ഇതൊരു മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പദ്ധതിയുടെ ഭാഗമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി എന്നുള്ള ഒരു എഫർട്ട് എടുത്ത് ഒരു പ്രയത്നം എടുത്ത് നടത്തുന്നതിൻ്റെതായ ഒരു ഗുണം ലഭിക്കില്ല എന്നും അവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തമായ രീതിയിൽ തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവർ കുറച്ചുകൂടി സർക്കാരിൻ്റെ നടപടികൾ കാത്തിരിക്കും. കാരണം സർക്കാർ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലൊക്കെ പങ്കെടുത്ത സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ കണ്ടുകൊണ്ട് അതിൻ്റെ നടപടികളെക്കുറിച്ച് ആലോചിക്കും. തുടർന്ന് സ്വന്തമായി തന്നെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഗുണഭോക്താക്കളെ കണ്ടുകൊണ്ട് അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് പിന്നെ 100 വീടുകൾ എന്ന് പറയുന്ന നടപടികളുമായി മുന്നോട്ട് പോകും. ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. കാരണം മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത് ഈ വീട് വയ്ക്കാൻ സ്പോൺസർ ചെയ്ത ആൾക്കാരുടെയൊക്കെ യോഗം വിളിച്ചു ചേർത്ത് മുന്നോട്ട് പോയിരിക്കെ ആ ഒരു നടപടികൾ വൈകുകയും അതോടൊപ്പം തന്നെ അതിൽ ചില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ പോലുള്ള ആൾക്കാർ പിന്മാറുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പാർട്ടികളിൽ ഇതുമായി ഒറ്റയ്ക്ക് പോകുമെന്നുള്ള കുറിച്ചുള്ള ചർച്ചകളിലും അവരും ഉണ്ടാവും. കാരണം സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിലെ പരിമിതികൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും മുസ്ലിം ലീഗ് എന്തായാലും സ്വന്തമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി പിന്നീട് അത് അറിയിക്കുകയായിരിക്കും ചെയ്യുക. മുഖ്യമന്ത്രിയുമായി അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയുമായിട്ടൊക്കെ അവിടെ സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയ ശേഷമായിരിക്കും ഒരു ഫൈനൽ ഡിക്ലറേഷൻ അറിയിക്കുക. അതേസമയം മുസ്ലിം ലീഗിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് സ്വന്തമായ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. 100 വീടുകൾ ആ അർത്ഥത്തിൽ അവരവിടെ നിർമ്മിച്ച് നൽകുകയും ചെയ്യും. ശരി, മുഹമ്മദ് അസ്ലമാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.